ഡോക്ടർ വർഗീസ് പീറ്റർ പറഞ്ഞ ഏറ്റുപറച്ചിലാണത്. ഞാൻ കർത്താവിനോട് വിശ്വാസമില്ലാതെ നടന്നു പോയിട്ടുണ്ട് എൻ്റെ കഴിഞ്ഞ കാലങ്ങളിൽ, അതിലെനിക്ക് ഒത്തിരിയേറെ വിഷമമുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏറ്റുപറച്ചിലാണ്. നിൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവത്തെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരാൻ എളുപ്പമാണ്. അല്ല, ഇത് എന്ത് ചെയ്യാം, എല്ലാം വന്ന് സംഭവിച്ചു പോയില്ലേ, ഇനിയിപ്പോൾ എന്നാ ചെയ്യാനാണെന്നല്ല. ആ സംഭവങ്ങളെല്ലാം കൃപയാക്കി മാറ്റണമെങ്കിൽ നീ കൃപാസനത്തിൽ നിന്ന് പോകണമെങ്കിൽ തന്നെ മാതാവിനോട് പറഞ്ഞ, അമ്മേ അബദ്ധങ്ങൾ കുറേ പറ്റിയിട്ടുണ്ട്, ഞാനിപ്പോഴത് മനസ്സിലാക്കുകയാണ്, ഏറ്റു പറയുകയാണ്, എന്നെ സഹായിക്കണം. കാര്യം ഏറ്റുപറച്ചിലെന്ന് പറയുന്നത് ബൈബിളിലെ ഏറ്റവും വലിയ സംഭവമാണ്. പ്രാർത്ഥനയേക്കാൾ ശക്തമാണ് ഈ ഏറ്റുപറച്ചിലിന് വരുന്നത്. കാരണം ഏറ്റുപറച്ചിൽ തന്നെ ഒരു പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പ്രാർത്ഥനകളെല്ലാം തന്നെ ഏറ്റുപറച്ചിലാണെങ്കിൽ, ഇപ്പോൾ ആ ചുങ്കക്കാരൻ എന്താ പറയണത്? ദൈവമേ പാപിയായ എൻ്റെ മേൽ കനിയണമേ. അപ്പം നീതീകരണമാണ്. അപ്പോൾ കർത്താവ് പറയും, അവൻ ഫരിസേയനേക്കാൾ നീതീകരിക്കപ്പെട്ടവനായിട്ട് വീട്ടിലേക്ക് മടങ്ങിയെന്നാണ് പറയണത്. അവിടെ അവൻ എന്താ ചെയ്തത്? അവൻ സ്വർഗത്തിലേക്ക് നോക്കാൻ പോലും ധൈര്യം കാണിച്ചില്ലാതെ കർത്താവിനോട് പറഞ്ഞു, കർത്താവിൻ്റെ മുഖത്ത് നോക്കാതെ താഴേക്ക് നോക്കി നിന്ന് പറയുന്നൊരു മനുഷ്യൻ്റെ ഒരു മാനസികാവസ്ഥ ഭയങ്കരമാണ്. എന്താ പറയണത്? കർത്താവേ, ഞാൻ പാപിയാണ്, എന്നോട് കനിയണമേ. അപ്പോൾ തന്നെ നീതീകരണമായി. ദയവേദലേ, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു വിശുദ്ധിയോടെ കൂടി ഇവിടുന്ന് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നീ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഏറ്റുപറയണം. ഏറ്റുപറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം വെറുത്തുപേക്ഷിക്കുക എന്നുള്ളതാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കണമല്ല. ഏറ്റു പറയുന്നതിൻ്റെ ഓരോ ഉദ്ദേശവും ആ പാപം പിന്നെ വീണ്ടും നമ്മൾ ആവർത്തിക്കത്തില്ല. ഏറ്റു പറയണ ഓരോ കാര്യവും വെറുത്തുപേക്ഷിക്കാനുള്ളതാണ്. അങ്ങനെ ഏറ്റു പറഞ്ഞ് വെറുത്തുപേക്ഷിക്കുകയാണെങ്കിൽ നീ ക്ലീനായി. അപ്പോൾ പിന്നെ ദൈവത്തിന് നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കാനുള്ള വകുപ്പായി. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലെ വന്നു പോയിട്ടുള്ള എല്ലാ അവസ്ഥകളും പാപ സാഹചര്യങ്ങളും വേദനയോടെ അനുതാപത്തോടെ ഏറ്റു പറയാനുള്ള കൃപ നൽകണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പത്രോസിനെ പോലെ ഞാൻ പാപിയാണെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിലെ രഹസ്യ പാപങ്ങൾ വെറുത്തുപേക്ഷിക്കാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, 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 Hallelujah.
നമ്മൾ രോഗസൗഖ്യ പ്രാർത്ഥനയ്ക്ക് പ്രവേശിക്കുകയാണ്. ഓരോരോ രോഗങ്ങളെ സമർപ്പിക്കുന്നു. അതിനുശേഷം നമ്മൾ കർത്താവിനെ സ്തുതിക്കുന്നു. നിങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മ വഴി ഈശോയ്ക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ സ്തുതിക്കുന്നു. അപ്പോൾ സ്തുതിപ്പിൻ്റെ ആരാധന നിമിഷങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, വലിയ ഉടമ്പടിയിൽ ഞങ്ങൾ വെച്ചിരിക്കുന്ന ആറ് നിബന്ധനകൾ വിശ്വസ്തതാപൂർവ്വം പാലിക്കുവാനുള്ള വലിയ കൃപ ഞങ്ങൾക്ക് തരണമേ. 6 വിഷയങ്ങൾ, ഉടമ്പടി വിഷയങ്ങൾ പരിശുദ്ധമ്മയുടെ മധ്യസ്ഥതയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ സഹന സാഹചര്യങ്ങളിലെല്ലാം ഞങ്ങളുടെ അയോഗ്യതകൾ ഏറ്റുപറഞ്ഞ് കൃപ പ്രാപിക്കുവാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. രക്ഷക കർത്താവേ നാഥനേ യേശുവേ, രക്ഷക കർത്താവേ നാഥനേ യേശു കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശു കർത്താവാണ്, യേശു ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു, യേശുവേ രക്ഷക കർത്താവേ നാഥനെ ഉയർത്തി, യേശുവേ രക്ഷക കർത്താവേ നാഥനെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, നിങ്ങൾ ശരീരത്തിലെ രോഗമുള്ള ഇടത്തെല്ലാം നിങ്ങളെ കൈകൾ വെച്ചുകൊണ്ടിരിക്കുക. നമ്മളിപ്പോഴേ യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. എവിടെയാണ് രോഗം? തൈറോയിഡ്, അപ്പോൾ തുളസിറ്റുകാർ തൊണ്ടയിൽ കൈവെക്കണം. എന്നിട്ട് നിങ്ങൾ പറയണം യേശു കർത്താവാണെന്ന് പറയണം. റോമ 10:9 അനുസരിച്ച് പറയണം യേശു കർത്താവാണെന്ന് പറയണം. പറഞ്ഞേ, യേശു കർത്താവാണ്. യേശു കർത്താവാണ്. രോഗമല്ല കർത്താവ്, രോഗമല്ല കർത്താവ്. യേശു ആണ് കർത്താവ്. യേശുവാണ് കർത്താവ്. യേശു കർത്താവാണ്. യേശു കർത്താവാണ്. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ ഹൃദയത്തിലെ വിശ്വസിക്കുന്നു. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ യേശു കർത്താവാണ്. യേശു കർത്താവാണ്. എന്റെ അധരം കൊണ്ട് ഞാൻ ഏറ്റുപറയുന്നു. യേശു കർത്താവാണ്. യേശു കർത്താവാണ്. രോഗങ്ങളുടെ മേൽ കർത്താവാണ്. എല്ലാ ജീവിത ഭാരങ്ങളുടെ മേലും യേശുവാണ് കർത്താവ്. കർത്താവേ, എന്റെ രോഗങ്ങളെ ഇപ്പോഴ് അങ്ങ് ഏറ്റെടുക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ, അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അനുഗ്രഹ ഭൂമിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന വാസനത്തിൽ വെച്ച് അമ്മയുടെ മധ്യസ്ഥതാൽ എന്റെ രോഗങ്ങളെ, എന്റെ കുടുംബത്തിലുള്ളവരുടെ രോഗങ്ങളെ ഓ ദിവ്യകാരുണ്യമേ ഇപ്പോൾ സ്പർശിക്കണമേ, ഇപ്പോൾ ഏറ്റെടുക്കണമേ. ഞാൻ അങ്ങയെ കർത്താവാണെന്ന് ഏറ്റുപറയുന്നു. ഞാൻ അങ്ങയെ ഉത്ഥാനത്തെ വിശ്വസിക്കുന്നു. കർത്താവേ, എന്നോട് കരുണ തോന്നണമേ. അങ്ങയുടെ തിരുവിരാവിലെ മുറിവിനെ ഓർത്തുകൊണ്ട് എന്നോടും എന്റെ കുടുംബത്തോടും കരുണ തോന്നണമേ. കർത്താവേ, അനേകം മക്കള് കണ്ണുനീരോടുകൂടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാ ഹൃദയരോഗമുള്ളവരിലെ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ക്യാൻസർ
രോഗമുള്ളവരുടെ മേൽ കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തം രോഗികളുടെ മേൽ തളിക്കപ്പെടട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തം എല്ലാ തളർച്ചയുള്ളവരുടെ മേലെ തകർച്ചയുള്ളവരുടെ മേലെ തളിക്കപ്പെടട്ടെ. കർത്താവിന്റെ വിശുദ്ധ രക്തത്താൽ ഞാൻ ഊർജ്ജസ്വലനാകട്ടെ. കർത്താവിന്റെ കരുണ ചൊരിയട്ടെ. രോഗങ്ങൾ നാമത്തിൽ ഇപ്പോഴേ മാറട്ടെ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 രോഗമില്ല മാറിടട്ടെ കഷ്ടമില്ല നീങ്ങിടട്ടെ രോഗമില്ല മാറിടട്ടെ കഷ്ടമില്ല നീങ്ങിടട്ടെ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ തിരുക്കരത്താൽ താങ്ങിയെന്നെ തിരുരക്തത്താൽ കഴുകണമേ പെരുമഴ പോൽ പെയ്യട്ടെ പെരുമഴ പോൽ പെയ്യട്ടെ യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം യേശുവിൻ രക്തം യേശുവിൻ രക്തം യേശുവിൻ തിരുരക്തം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഉദര രോഗമുള്ളവരെ ഉദരത്തിൽ കൈവെക്കണം. കാര്യം ഉദരം എപ്പോഴും തട്ടി വെറുക്കുന്നവരെ, എപ്പോഴും ഇരിച്ചിലും ഉള്ളവരെ, പുളിച്ച് തികട്ടുന്നവരെ, അൾസർ രോഗികളെ, അങ്ങനെയുള്ളവരെല്ലാം ഉദരത്തിൽ കൈവെക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന ഈജിപ്തുകാരെ നാളെ നിങ്ങൾ കാണത്തില്ലെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ മുമ്പിലാണ് നമ്മൾ നിൽക്കണമെന്നുള്ള ഓർക്കണം. നിങ്ങൾ ഇന്ന് കാണുന്ന രോഗം നാളെ നിങ്ങളുടെ ശരീരത്തിൽ ഉണ്ടാവത്തില്ല. ആ ഒരു വിശ്വാസം നിങ്ങൾക്കുണ്ടാകാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ബ്രസ്റ്റിൻ്റെ അസുഖമുള്ളവരെ ബ്രസ്റ്റിന് കൈവെക്കണം. ഉദരരോഗമുള്ളവർ ഉദരത്തിൽ കൈവെക്കണം. മക്കളില്ലാത്തവർ ഉദരത്തിൽ കൈവെക്കണം. മുടി കൊഴിഞ്ഞു പോകുന്നവരും തലക്ക് ചൂടുള്ളവരും ഉറക്കമില്ലാത്തവരും തലയിൽ കൈവെക്കണം. കിഡ്നി രോഗികൾ നടുവിന് കൈവെക്കണം. വലിയ ശ്വാസം മുട്ടൽ ആസ്മ രോഗികളെ നെഞ്ചിന് കൈവെക്കണം. അച്ഛൻ ഇപ്പോഴേ എല്ലാ മേഖലകളിലും സമയത്ത് പ്രാർത്ഥിക്കാൻ പോയി. എൻ്റെ മക്കളെ സ്തുതിച്ചാൽ മാത്രം മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ നല്ലവനായ ഈശോയെ, ഒന്നും അസാധ്യമില്ലാത്തവനെ ഈശോ എല്ലാം സാധ്യമായവരാണ്. ഈശോ നിനക്ക് സ്തോത്രവും നിനക്ക് സ്തുതിയും, നിനക്ക് ബഹുമാനവും നിനക്ക് ആരാധനയും. ശിരസ് സംബന്ധമായ രോഗമുള്ളവരെ കർത്താവ് ശിരസിനെ നീ സ്പർശിക്കണമേ. കർത്താവ് കണ്ണ്, മൂക്ക്, ചെവിന്ന് പഴുപ്പ് വരുന്നവരെ, കണ്ണിന് കാഴ്ചക്കുറയുള്ളവരെ, മൂക്കിന് കർത്താവ് ദശ വളരുന്നവരെ അവരെ സ്പർശിക്കണമേ. തൈറോയ്ഡുകാരെ, ടോൺസിലുകാരെ, കഴുത്തിന് വേദന ഉള്ളവരെ, പെട്ടെന്ന് ഇടറുന്നവരെ കർത്താവ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ. തൊണ്ടവേദനക്കാരെ, വായുനാറ്റമുള്ളവരെ അങ്ങ് സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിട്ടുമാറാത്ത നീരിറക്കത്തിൻ്റെ അസുഖമുള്ളവരെ, പനി വിട്ടുമാറാത്തവരെ, ശരീരം കർത്താവ് വേദന വിട്ടുമാറാത്തവരെ നീ സ്പർശിക്കണമേ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, ശ്വാസകോശ രോഗികളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. ഹൃദയ രോഗികളെ നിന്റെ വിശുദ്ധമായ രക്തത്താൽ കഴുകണമേ. കർത്താവേ, ശ്വാസകോശ രോഗികളെ, വലിയ ശ്വാസം മുട്ടൽ ആസ്മ രോഗങ്ങളെ കർത്താവേ നിന്റെ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ഉദര രോഗികളെ, ഉദരത്തിൽ പുണ്ണുള്ളവരെ, കുടലിന് പുണ്ണുള്ളവരെ കർത്താവേ വിശുദ്ധ രക്തത്താൽ കഴുകണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കുമ്പോൾ വിടുതൽ, ആരാധിക്കുമ്പോൾ സൗഖ്യം, ആരാധിക്കുമ്പോൾ വിടുതൽ,
വരുമ്പോൾ സൗഖ്യം ദേഹം ദേഹിയാത്മാവിനാൽ സമാധാനം സന്തോഷം ദാനമായി ദേഹം ദേഹിയാത്മാവിനാൽ സമാധാനം സന്തോഷം ദാനമായി പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തരെ നല്ലവൻ അവൻ നല്ലവൻ പ്രാർത്ഥിക്കാം ആത്മാവിൽ ആരാധിക്കാം കർത്തരെ നല്ലവൻ അവൻ നല്ലവൻ വിടുതൽ നിന്നു പ്രാപിക്കാം വിടുതൽ നിന്നു പ്രാപിക്കാം വിടുതൽ നിന്നു പ്രാപിക്കാം പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കൾ പരീക്ഷ എഴുതുന്ന മാതാപിതാക്കന്മാരും സഹോദരങ്ങളും കൈവക്കുക. ഇപ്പം പല പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്. SSLC ആയാലും +2 ആയാലും മറ്റ് പരീക്ഷകളായാലും എഴുതുന്നവർ കൈവക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ വിശ്വാസപ്രമാണം ചൊല്ലണം. പരീക്ഷയുടെ മേലെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയണ സമയമാണ്. നല്ലവനായ ഈശോ, അനേകം മക്കൾ അങ്ങയുടെ തിരുസന്നിധിയിൽ കൈവർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ ഓൺലൈനായിട്ടും കർത്താവ് അനേകം കൂടുന്നവരും മക്കളുടെ പരീക്ഷയെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, പഠിക്കാനുള്ള ഉത്സാഹം കുഞ്ഞുങ്ങൾക്ക് നൽകണമേ കർത്താവെ. പഠിക്കുന്നതൊക്കെ മനസ്സിൽ പതിഞ്ഞു നിൽക്കാൻ ഇടയാക്കണമേ കർത്താവെ. മനസ്സിൽ പതിഞ്ഞു നിൽക്കുന്നത് പരീക്ഷയെ പ്രതിഫലിപ്പിക്കുവാൻ, ഉന്നതമായ വിജയം കൈവരിക്കുവാൻ കർത്താവെ, കുടുംബത്തിൻ്റെ മുഴുവൻ ആസ്തിയും കുടുംബത്തിൻ്റെ മുഴുവനും ഭാവിയുമായിട്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ മേലെ ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ കർത്താവെ. ഞങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, അങ്ങയുടെ പീഡാനുഭവത്തിൻ്റെയും കുരിശുമരണത്തിൻ്റെ യോഗ്യതയാൽ കർത്താവെ, ഞങ്ങളെ നീ വീണ്ടെടുത്തതുപോലെ കർത്താവെ, അതേ യോഗ്യതയാൽ കർത്താവെ അങ്ങയുടെ മക്കളോട് കണ്ണ തുറന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ കർത്താവെ, പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന മക്കൾ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലെല്ലാം ആ ഭവനങ്ങളെല്ലാം കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. ഉന്നതമായ വിജയം ലഭിക്കാൻ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കുടുംബങ്ങളുടെ തകർച്ച അനുഭവിക്കുന്നവരാണ്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണിത്. ഒന്നെങ്കിൽ ജീവിത പങ്കാളികൾ അകന്ന് താമസിക്കുന്നു, അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ ഒരുമിച്ചാണ് താമസിക്കുന്നത്, പക്ഷേ സമാധാനമില്ല, ഭയങ്കര വഴക്കും ബഹളവും ഒക്കെയാണ്, ഭയങ്കര നിരാശയോ, ഒരു ജീവിതത്തിൻ്റെ ഒരു സന്തോഷം അങ്ങോട്ട് പോയി, ജീവിതത്തിൻ്റെ സന്തോഷം അങ്ങോട്ട് പോയി. അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്നവർ കർത്താവ് ഏറ്റെടുക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ കുഞ്ഞുങ്ങൾ വഴിപിഴച്ചു പോയവരും തെറ്റായ ബന്ധങ്ങളൊക്കെ അകപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. കുടുംബങ്ങളിൽ തന്നെ പലതരത്തിലുള്ള വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, മാനസികമായിട്ടുള്ള തകർച്ചകൾ, അങ്ങനെയുള്ളവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ ആ സമയത്ത് അച്ഛൻ കൈ നീട്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ആ മേഖലകളെല്ലാം സ്പർശിക്കും. ജീവിത പങ്കാളികളെ ഐക്യപ്പെടുത്തും, ഒരുമിപ്പിക്കും. കുഞ്ഞുങ്ങളെ കർത്താവ് നേർവഴിക്ക് കൊണ്ടുവരും. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലാണ് അങ്ങനെ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾ കൈവർത്തിക്കൊണ്ട് സ്തുതിച്ചാൽ മതി. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. സാധ്യമില്ലാത്തവരെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വിവിധ പങ്കാളികൾ തമ്മിൽ അകന്ന് താമസിക്കുന്നവരെ, മാനസിക
രഹസ്യമായിട്ട് ഐക്യമില്ലാത്തവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ എന്റെ കർത്താവിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ പുരുഷന്റെ അടയാളം തകർന്ന കുടുംബങ്ങൾ വിഷമസന്ധികൾ ജീവിക്കുന്നവരെ കർത്താവിന്റെ കൃപയിലെ ഏറ്റെടുക്കപ്പെടുന്ന പ്രാർത്ഥന. ഹല്ലേലൂയ 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 യേശുവേ ഹല്ലേലൂയ 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 മധ്യസ്ഥതയാൽ പുനരുദ്ധരിക്കണമേ. ഹല്ലേലൂയ. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം കൃപയാലേ കൃപയാലേ കൃപയാലനുദിനം. Praise the Lord. Praise the Lord. മക്കളെ, ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, ജോലിക്ക് ശമ്പളം കിട്ടാത്തവർ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിൽ ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയണം. നിങ്ങൾ അമ്മയോട് മനസ്സിൽ പറയണം, ഈ പറയുന്ന കാര്യം എൻ്റെതാണ്, ഞാനിത് കഴിഞ്ഞാൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊള്ളാം, ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറയണം. ബാക്കി നിങ്ങൾക്കറിയാം നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന്. നടക്കാനുള്ള സാഹചര്യം ഇല്ലെന്നും അറിയാം. പക്ഷെ അതൊന്നും കൃപാസനത്തിൽ അതൊന്നും വിഷയമല്ല. അമ്മ ഒരു തീരുമാനമെടുത്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ കവർ ചെയ്യാൻ പറ്റും. വരുമാന മാർഗം മുട്ടിപ്പോയവർ, അതായത് ഓരോ ജോലിയൊക്കെ ഉണ്ടായവർ, കടകമ്പോളങ്ങൾ, അതുപോലെ തന്നെ മറ്റു തരത്തിലുള്ള ജീവിത വരുമാന മാർഗങ്ങളൊക്കെ മുടങ്ങിപ്പോയവർ, അവരെല്ലാവരെയും അമ്മ ഏറ്റെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. വീട് ഇല്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വാടകയ്ക്ക് താമസിക്കുന്നവർ, സാമ്പത്തികമായ വലിയ ബാധ്യതകളുള്ളവർ, അവരെല്ലാവരെയും ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്ന സമയമാണ്. വരുമാന മാർഗവുമായി ബന്ധപ്പെട്ട്, ജീവിത മാർഗവുമായി ബന്ധപ്പെട്ട് വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, ആ ജോലിയുടെ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ എഴുതാൻ പോകുന്നവർ, എഴുതി നിൽക്കുന്നവർ, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളുടെ ഉടമ്പടി വിഷയങ്ങളെല്ലാം ഇപ്പോൾ ഓർക്കേണ്ടതാണ്. നിങ്ങളുടെ കഴിവ് കേടുകൾ ഇപ്പോൾ ഓർക്കണം. ചിലർക്ക് സ്പീക്കിങ്ങിന് പറ്റണില്ല, ചിലർക്ക് റൈറ്റിങ്ങിന് പറ്റണില്ല. അങ്ങനെ പലതരത്തിലുള്ള പറ്റായികകൾ അമ്മ ഏറ്റെടുത്തിട്ട് നിങ്ങളുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങളെ ഉയർത്താൻ പോകുന്ന സമയമാണ്. നിങ്ങളെ കൈ ഉയർത്തിക്കൊണ്ട് ഇപ്പോഴ് സ്തുതിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, അനേകം മക്കളെ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, അനേകം മക്കള് ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വരുമാന മാർഗം നഷ്ടപ്പെട്ടവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, ജോലി ഇല്ലാത്തവരെ, ജീവിത മാർഗം മുട്ടിയവരെ, സാമ്പത്തിക കടങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നവരെ, വീടില്ലാത്തവരെ, വാടക താമസിക്കുന്നവരെ, പലതരത്തിലുള്ള വിഷമതകള്, അഭിമാന പ്രശ്നങ്ങളിൽ നട്ടം തിരിയുന്നവരെ കർത്താവിന്റെ തിരുസന്നിധി അവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങൾ ഉടമ്പടി ചെയ്ത വിഷയങ്ങളുടെ മേൽ ദൈവത്തിന്റെ തീരുമാനം ഉണ്ടാകാൻ വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കുടുംബത്തിലെ വിഷമം അനുഭവിക്കുന്നവരെ, പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെ, മനസ്സ് ഇടിഞ്ഞു പോയവരെ, ഒന്നും ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, പുരുഷന്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ ജീവിത ദുരിതങ്ങളാൽ, ജീവിത തടസ്സങ്ങൾ കർത്താവിൻ്റെ മധ്യസ്ഥത്തിലെ യേശുക്രിസ്തു നാമത്തിലെ ഈ നിമിഷം മാറിപ്പോകട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, ആരാധന, ആരാധന. ബലവാനായോ നടത്തിടുന്നു, ബലഹീനതേ
നടത്തിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം, കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനം. മക്കളില്ലാത്തവർ കൈവക്കുക. അതുപോലെ തന്നെ വിദേശ പരീക്ഷകൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നവർ കൈവക്കുക. സ്ഥലം വിൽക്കാനുള്ളവർ കൈവക്കുക. വാങ്ങാനുള്ളവർ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓരോരോ മക്കള് വിദേശികളുണ്ട്, സ്ഥലമില്ലാത്തവരുണ്ട്, വീട് ഇല്ലാത്തവരുണ്ട്. അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ, ദൈവത്തിൻ്റെ ശക്തിയാൽ നിങ്ങൾ ആവശ്യപ്പെട്ട വിഷയത്തിൻ്റെ മേൽ ദൈവികമായ തീരുമാനം ഉണ്ടാകി അതിൻ്റെ എല്ലാ ദോഷങ്ങളും യേശുവിൻ നാമത്തിൽ ബന്ധിക്കപ്പെടട്ടെ. ശ്രുതികട അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹത്തിൻ അനുഗ്രഹത്തിൻ അധിപതിയേ, അനുഗ്രഹത്തിരുന്നതിയേ, അനുദിനം പാദഗതിയേ, അടിയേറുനിൻ കൃപമതിയേ, അനുദിനം പാദഗതിയേ, അടിയേറുനിൻ കൃപമതിയേ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഇനി പറയുന്ന കാര്യങ്ങളൊക്കെ കൈ പൊക്കരുത്. പക്ഷെ സാക്ഷ്യം പറയുന്ന കാലത്ത് ആണ് നിങ്ങളത് വെളിപ്പെടുത്തേണ്ടത്. കുറേ ആൾക്കാർക്ക് സൗന്ദര്യ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് അവർക്ക് നിരാശ വരും, കോൺഫിഡൻസ് പോകും. അങ്ങനെ വിഷയങ്ങൾ മുടി കൊഴിയുന്ന പോലെ ഒത്തിരിയേറെ സൗഖ്യങ്ങൾ ആ മേഖലയിൽ അമ്മ തന്നിട്ടുണ്ട് നമുക്ക്. അതൊക്കെ ഒരു വിഷയമല്ലെന്ന് മറ്റുള്ളവർക്ക് തോന്നുന്നു. പക്ഷേ അനുഭവിക്കുന്നവർക്കെല്ലാം അത് വലിയ വിഷയങ്ങൾ തന്നെയാണ്. ചിലർക്ക് ബ്ലീഡിങ്ങിൻ്റെ അസുഖമുള്ളവരുണ്ടാവും. ചിലപ്പോൾ ഈ വെള്ളപ്പൊക്കിൻ്റെ അസുഖങ്ങളുണ്ടാവും. അതിനൊന്നും കൈപ്പൊക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോഴും നിങ്ങൾ ദൈവം സുഖപ്പെടുത്തും ആ വിഷയം. നിങ്ങൾ മനസ്സുകൊണ്ട് വിഷമിക്കുന്ന ഈ നേരം വിളിക്കാതിരുന്നെങ്കിലേ എന്ന് വിചാരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ടാകും. ഈ നേരം വിളിക്കാതിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഇരുട്ടാതിരുന്നെങ്കിലൊക്കെ മനുഷ്യൻ ആഗ്രഹിക്കുന്ന കുറേ സ്വകാര്യ പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ ഈശോ പരിഹരിക്കും. ചിലക്ക് ഇരുട്ടുമ്പോൾ പേടിയാണ്. ചിലക്ക് ഇരുട്ടുമ്പോൾ ലൈംഗിക ആക്രമണങ്ങളെക്കുറിച്ചാണ് പേടി. ആരോട് പറയാനാണ്? ജീവിത പങ്കാളി തന്നെ അങ്ങനെ കാണിക്കുന്നപ്പോൾ നമ്മൾ ആ തൊണ്ട പഴുത്താൽ പിന്നെ എന്നാ ചെയ്യും? അപ്പം അങ്ങനെയൊക്കെ പല രഹസ്യമായ സങ്കടങ്ങളുണ്ടാവും മനുഷ്യരെ. ചിലപ്പോൾ ബ്ലീഡിങ് വന്നിട്ട് മാറാതെ നിൽക്കുന്ന വ്യക്തികളുണ്ടാകും. ചിലപ്പോൾ ഓവലേഷൻ അല്ലെങ്കിലും ഈ വെള്ളപ്പൊക്കം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന അസ്ഥി ഉരുക്കത്തിന് രോഗമുള്ളവരുണ്ടാകും. അവരെല്ലാം കർത്താവ് സ്പർശിക്കുന്ന സമയമാണ്. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോഴും മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മക്കൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവെ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തുന്ന സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്നു. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ, വെള്ളപ്പൊക്കനായങ്ങൾ, അസ്ഥിയുരുക്കങ്ങൾ, ബ്ലീഡിങ്, അങ്ങനെയുള്ള മുടിക്കൊഴിച്ചിൽ അസുഖങ്ങൾ എല്ലാം കർത്താവെ നീ പൂർണ്ണമായി ഇപ്പോൾ ഏറ്റെടുക്കണമേ. മക്കളില്ലാത്തവരെ നീ ഏറ്റെടുക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ എന്തെല്ലാം രഹസ്യമായ വിഷമതകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരുടെ മേലെല്ലാം ദൈവത്തിൻ്റെ കരുണയും ശക്തിയും പ്രവർത്തിക്കട്ടെ. ഞങ്ങളുടെ ജീവിത ദുഃഖങ്ങളെ അങ്ങ് ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞു പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ ജീവിത ഭാരങ്ങളെ നീ ഏറ്റെടുക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ
മൗനമായിട്ട് പ്രാർത്ഥിക്കുക. അച്ഛൻ വല്ലതും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കൂട്ടിച്ചേർക്കാവുന്നതാണ്. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ എന്തെങ്കിലും നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് പരിശുദ്ധ അമ്മ വഴി ഈശോയ്ക്ക് സമർപ്പിക്കാം. തീർച്ചയായിട്ടും ആ വിഷയത്തിൽ സാക്ഷ്യം പറയാൻ ദൈവം അനുവദിക്കും.